Hi friends, welcome back to another video of Innovation Factory. Hope all are good. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് വിഡ്രോയിൽ ചെയ്യുന്നതാണ് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനായിട്ട് 9 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുന്നു, അതിനുശേഷം വാലറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു, ഇൻകത്തിൽ ക്ലിക്ക് ചെയ്യുന്നു. കാരണം നമ്മുടെ ഇൻകത്തിലാണ് നമ്മുടെ പ്രോഫിറ്റ് വന്നിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, ബോട്ട് പെൻഡിങ് ട്രാൻസ്ഫർ അതിൽ ക്ലിക്ക് ചെയ്യുക, ട്രാൻസ്ഫർ ടു ഇൻകം വാലറ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഇത് നമുക്ക് ട്രേഡ് ചെയ്ത് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് ആണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തു. നമ്മൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഫസ്റ്റ് ഇത് നമ്മുടെ ബോട്ടിലായിരിക്കും നമ്മുടെ ഇൻകം വന്ന് കിടക്കുന്നുണ്ടായിരിക്കുക, റൈറ്റ്? അപ്പോൾ ബോട്ടിൽ നിന്ന് വീണ്ടും എന്താണ് ആർബിട്രേജ് ബോട്ട് പെൻഡിങ് ട്രാൻസ്ഫറിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ മുകളിൽ ഓൾറെഡി അത് കൊടുത്തിട്ടുണ്ടായിരിക്കും, ആർബിട്രേജ് പ്ലസ് ഇൻകം എന്ന് വെച്ചാൽ ഇൻകം വാലറ്റിലേക്ക് നമ്മളത് ട്രാൻസ്ഫർ ആണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ മാക്സിമം കൊടുക്കുന്ന സമയത്ത് മാക്സ് കൊടുത്ത് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല, എൻ്റർ ദ വാലിഡ് വാല്യൂ എന്ന് കാണിക്കും. സോ ദാറ്റ് മീൻസ് നമ്മളിവിടെ ഡോളർ വാല്യൂ മാത്രം കൊടുക്കുക, പോയിന്റ് ആയിട്ട് ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സെൻറ്റ് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ $1 ആണ് ഇവിടെ എനിക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫർ കൊടുത്തു, ട്രാൻസ്ഫർ ടു എന്താണ് ഇൻകം വാലറ്റ്. ഇനി ആ ഒരു പ്രോഫിറ്റ് നമ്മുടെ ഇൻകം വാലറ്റിലാണ് വന്നിട്ട് ഉണ്ടായിരിക്കുക. അപ്പം നമ്മളിവിടെ എന്താണ് വീണ്ടും 9 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് വാലറ്റിൽ ക്ലിക്ക് ചെയ്ത് ഇൻകത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ എത്രയാണ് 75 ഉള്ളത്, ഇപ്പോൾ $76 ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇത് നമ്മൾ പിന്നെ ഇവിടെ വീണ്ടും വിഡ്രോയൽ വാലറ്റിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പോൾ ഇവിടെ വീണ്ടും ട്രാൻസ്ഫർ കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം സെലക്ട് കോയിൻ, അത് നമുക്കറിയാം ഫ്രം എന്നുള്ളത് ഇൻകം വാലറ്റ്, അതുപോലെ തന്നെ വിഡ്രോയിൽ കറൻസി USDT. ഓക്കെ, വീണ്ടും ശ്രദ്ധിക്കുക, മുകളിൽ ഇൻകം, അടിയിൽ വിഡ്രോ എന്ന് വെച്ചാൽ ഇൻകം വാലറ്റിലേക്ക് നമ്മൾ ബോട്ട് വാലറ്റിൽ നിന്ന് ഇൻകം വാലറ്റിലേക്ക് മാറ്റി, ഇൻകം വാലറ്റിൽ നിന്ന് നമ്മൾ വിഡ്രോയൽ വാലറ്റിലേക്ക് മാറ്റാണ് ചെയ്യുന്നത്. അതിനുശേഷം മാക്സ് നമ്മൾ അടിച്ചു, ട്രാൻസ്ഫറിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ എന്ത് കാര്യം ചെയ്യണമെങ്കിൽ എന്ന് വേണം, OTP വേണം. ഇതൊരു എക്സ്ചേഞ്ച് ആണ്, അപ്പോൾ അതിൻ്റെ ഒതൻറ്റിക്കേഷന് വേണ്ടിയിട്ടാണ്, സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് OTP ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമ്മളിവിടെ സെൻഡ് OTPയിൽ ക്ലിക്ക് ചെയ്തു. സെൻഡ് OTPയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടൈമർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ കറണ്ട് ആയിട്ട് വന്നിട്ടുള്ള ഇമെയിൽ തന്നെ നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം കുറേ അധികം ഇമെയിലുകൾ നമ്മൾ ഫ്രം ദി ബിഗിനിങ് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ ഇമെയിൽ വരുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇമെയിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ടൈമിങ് ശ്രദ്ധിച്ചിട്ട് OTP കോപ്പി ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിതാണ് വന്നിട്ടുള്ളത്. ഈ ഒരു OTP കോപ്പി ചെയ്തു, അത് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുന്നു. അത് പെട്ടെന്ന് തന്നെ ചെയ്യണം, കാരണം ഇവിടെ ടൈമർ കണ്ടില്ലേ 0.29, അങ്ങനെ ഒരു മിനിറ്റ്, അര മിനിറ്റാണ് ഇത് കാണിക്കുന്നത്. ഇത് ചെയ്യാനുള്ള സമയം നമുക്കുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ അത് ട്രാൻസ്ഫറായി. അതിനുശേഷം എന്താണ് സെലക്ട് കോയിൻ, നമ്മളിനി വിഡ്രോ ചെയ്യാനായിട്ട് പോവാണ്. USDT 76 അത് സെലക്ട് ചെയ്തു, പ്രൊസീഡ് കൊടുത്തു. ഈ ഒരു സംഭവം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ ട്രസ്റ്റ് വാലറ്റിൻ്റെയോ അല്ലെങ്കിൽ ബിനാൻസിൻ്റെയോ അഡ്രസ്സ് പെട്ടെന്ന് തന്നെ വിഡ്രോയൽ അഡ്രസ്സിലേക്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. വൈറ്റ് ലിസ്റ്റ് അഡ്രസ്സ്, ഓക്കെ, അത് കൊടുക്കുക. പിന്നെ ഈ ഓർ എന്നുള്ള ഓപ്ഷൻസ് ഉണ്ടായിരിക്കില്ല, കാരണം ഞാനിത് ഓൾറെഡി എന്താ പറയുക വൈറ്റ് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അഡ്രസ്സാണ്. അതുകൊണ്ട് ഇവിടെ ഞാൻ സെലക്ട് വിഡ്രോയൽ അഡ്രസ്സിൽ ക്ലിക്ക് ചെയ്യുന്നു, എൻ്റെ അഡ്രസ്സ് ഓട്ടോമാറ്റിക്കലി വന്നു. ഇവിടെ ഞാൻ അത് ഓൾറെഡി വൈറ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ ആളുകളാണ് എന്ത് ചെയ്യുക, മുകളിലുള്ള കോളത്തിൽ നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുക. അതുപോലെ തന്നെ മുകളിൽ വൈറ്റ് ലിസ്റ്റ് അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് അത് ടിക്ക് മാർക്ക് കൊടുത്താൽ മതി. പിന്നെ അടുത്ത പ്രാവശ്യം നിങ്ങൾ വിഡ്രോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ എന്താണ് ഉണ്ടാവുക, നിങ്ങൾക്ക് അവിടെ ഓട്ടോമാറ്റിക്കലി ഈ അഡ്രസ്സ് അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ എമൗണ്ട് 76 കൊടുക്കുക, 76. ഇതിൽ ഏറ്റവും നല്ലത് എന്താണെന്ന് അറിയോ, നമ്മൾ പെട്ടെന്ന് തന്നെ പോയിട്ട് OTP എടുക്കാനായിട്ട് പോകണ്ട. ഇവിടെ 2 ഇതുണ്ട്, കണ്ടോ, അടിയിൽ കണ്ടില്ലേ, അടിയിൽ ടൈമർ കഴിയാറായി. ഞാനിപ്പോൾ പോയി മെയിലിൽ പോയിട്ട് OTP എടുക്കുമ്പോഴേക്കും ഇവിടെ ടൈമർ കഴിയും, ആ OTP കൊടുത്താൽ കാര്യം നടക്കില്ല. അപ്പം അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക. ഇവിടെ 2 എന്താണ് ഈ ലിങ്ക് എക്സ്പയർ ചെയ്യുക, മെയിൻ ഈ ഒരു ഇൻ്റർഫേസ് എക്സ്പയർ ചെയ്യുക 4 to 5 മിനിറ്റ്സിലാണ് ഇതാവുക. മുകളിൽ 3 മിനിറ്റ്സും 5 സെക്കൻഡും ഇവിടെ ഇരിക്കുന്നുണ്ട് എനിക്ക്. ഇനി ഞാൻ ഇവിടെ റീസെൻ്റ് OTP കൊടുക്കുകയാണ്. ഈ റീസെൻ്റ് OTPക്ക് 1 മിനിറ്റ് എനിക്കുണ്ട്. അപ്പോൾ ഞാൻ മെയിലിലേക്ക് പോകാം, എനിക്ക് മെയിൽ വന്നു. അപ്പോൾ നമ്മളത് റീസെൻ്റ് OTP കൊടുത്തിട്ട് തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ടെൻഷൻ ഇല്ല, അല്ലെങ്കിൽ ആകെ ഹറിബറി ആയിരിക്കും പ്രശ്നം. പിന്നെ ഇവിടെ എന്താണ് വിഡ്രോ ചെയ്യുന്ന സമയത്ത് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇവിടെ നിന്നാണ് 646349. ഓക്കെ,
646,349 കൊടുക്കുന്നു. അടിയിൽ അക്നോളജ്മെൻറ്റ് കൊടുക്കുന്നു, സബ്മിറ്റ് കൊടുക്കുന്നു, റൈറ്റ്, ഓക്കെ കൊടുക്കുന്നു. വിഡ്രോ ചാർജ് ഒന്നുമില്ല. ഓക്കെ, കാരണം $25 മേലെ നമ്മൾ വിഡ്രോ ചെയ്യുന്ന സമയത്ത് എന്നാണ് നമുക്ക് വിഡ്രോ ചാർജ് ഒന്നുമില്ല. വെയിറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഇവിടെ അടിയിൽ കാണാൻ സാധിക്കും 7th July വിഡ്രോയൽ വാലറ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പ്രോസസ്സിങ്ങിലാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് നമ്മുടെ വാലറ്റിലേക്ക് വരുന്നതായിരിക്കും. ചില സമയത്ത് ഇൻസ്റ്റൻ്റ് ആയിട്ട് വരും, ചില സമയത്ത് അത് ക്യൂലായിരിക്കും ഉണ്ടായിരിക്കുക. ചില സമയത്ത് 10 minutes, 15 minutes, ഹാഫ് ആൻ അവർ, 1 hour, 2 hour, 3 hours വരും. പക്ഷേ അതെന്തായാലും നിങ്ങൾക്ക് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ 24 hours-ൻ്റെ ഉള്ളിൽ വരുന്നുള്ളത് 100% ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ അവിടെയുള്ള ട്രാഫിക് അനുസരിച്ചിട്ടായിരിക്കും അത് വരുന്നത്. അപ്പോൾ എനിവേ നമുക്ക് എല്ലാ ദിവസവും വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്പ്രെഡ് ഇൻകം വരുന്നുണ്ട്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ലൈഫ് തന്നെ മാറ്റാനുള്ള ഒരു എന്താ പറയുക ചാൻസാണ് ഇവിടെ ഈ ഒരു പ്രൊജക്റ്റിൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഹാപ്പി ഏർണിംഗ്, ഹാവ് എ നൈസ് ഡേ. ഓക്കെ, നമ്മുടെ USDT ഇതാ വന്നിട്ടുണ്ട് $76. നമുക്കിവിടെ ബിനാൻസിലേക്ക് വന്നിട്ടുണ്ട്, കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ വന്നു. $76 റിസീവ്ഡ്, കൺഫേം. ഓക്കെ, അപ്പം അത് നമ്മുടെ വാലറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ടീമിലേക്ക് പാസ് ചെയ്യുക. മാത്രമല്ല ഇന്നോവേഷൻ ഫാക്ടറിയുടെ ഏത് ഇൻഫർമേഷൻസും നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ചാനലിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്, നിങ്ങളുടെ ടീമിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക്